മധുരമൂറും ഇലയട എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതിനായി ആവശ്യമായ ചേരുവകൾ: അരിപ്പൊടി, ശർക്കര, തേങ്ങ, പഴം, നെയ്യ്, പഞ്ചസാര, വാഴയില, പിന്നെ കുറച്ച് ഏലക്ക. ഞാനിവിടെ 1/2 കിലോ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം, 1 സ്പൂൺ വെച്ച്. എന്നിട്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടാക്കിയിട്ട് അതിൽ ഉപ്പിട്ട വെള്ളമാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ലൈക്ക് അടിക്കാൻ മറക്കുന്നു. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. മാവ് നമുക്ക് സോഫ്റ്റ് പരുവത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് പരുവത്തിലാവുന്നവരെ ഒന്ന് കുഴച്ചെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവൊന്ന് സോഫ്റ്റാക്കി കിട്ടാൻ വേണ്ടി നമുക്ക് 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ചേരുവ ചേർക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി തേങ്ങ തിരികിയതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 300 ഗ്രാം ശർക്കര ചോപ്പ് ചെയ്തതാണ്, അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് 4 ഏലക്ക ചതച്ചതാണ്, പിന്നെ 3 പഴം, അതും കൂടി ഇട്ട് കൊടുക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. പഴം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ പഴമൊക്കെ നല്ല ഉടഞ്ഞ് കിട്ടണം. പഴം ചേർക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നമുക്ക് പഴം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ പഴം ചേർത്താലാണ് അതിൻ്റെ അടിപൊളി ടേസ്റ്റ് ആവുന്നത്. ഞാനിവിടെ ഒരു വാട്ടിയ ഇല എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാവ് വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് അതിലോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നമ്മളിത് പരത്തിയ ശേഷം നമ്മളത് അടയ്ക്കുമ്പോൾ നന്നായി പ്രസ് ചെയ്ത് അടയ്ക്കണം. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പഴം ചേർത്തുകൊണ്ട് നല്ല ലൂസായിട്ടിരിക്കുകയാണ്, നമുക്ക് ഇത് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല പ്രസ് ചെയ്ത് അടയ്ക്കണം. കൂട്ടുകാരെ, വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ വീഡിയോയ്ക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിലെല്ലാം ഒന്ന് ഷെയർ ചെയ്യണേ. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലിക്കൊട്ട എടുത്തിട്ട് അത് അടുപ്പയിലോട്ട് വെച്ച് ചൂടാക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ തട്ടിലോട്ട് നമ്മുടെ അടയൊന്ന് വെച്ച് 20 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ല ആവി വന്നു. അപ്പോൾ ഞങ്ങൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതെടുത്തൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തു. അടിപൊളി മണമായിരുന്നു, ഒരുപാട് ഇഷ്ടമായി. നല്ല മധുരമോറും ഇലയുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, 100% അത് ഉറപ്പാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ പണ്ടത്തെ ആളുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം. ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.